നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മദ്യപിക്കരുത്, പുകവലിക്കരുത്, മാംസാഹാരം കഴിക്കരുത്. ഒരു സിനിമ കാണാൻ വേണ്ടി ആളുകൾക്ക് നൽകുന്ന ഒരു മുന്നറിയിപ്പാണിത്. എന്തടിസ്ഥാനത്തിലാണ് എന്ന് ചോദിച്ചാൽ ഗുളിക ശാപമെന്ന് ഉത്തരം പറയുന്നു ചിലർ. തുടക്കം മുതൽ തന്നെ ഏറെ നിഗൂഢതകൾ കാണേണ്ടി വന്നിട്ടുള്ള ഒരു സിനിമ ചിത്രീകരണമായിരുന്നു കാന്താരയുമായി ബന്ധപ്പെട്ടുള്ളത്. സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല ആളുകൾക്കും തുടരെ ഉണ്ടാകുന്ന അപകടങ്ങൾ അത് സിനിമയുടെ കഥാതന്തുവായിട്ടുള്ള ഗുളികനുമായി ബന്ധപ്പെട്ടുള്ള ഗുളികൻ ശാപത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന തരത്തിലാണ് എന്ന് ഒരു വലിയ വിശ്വാസി സമൂഹം വിശ്വസിച്ചു. 90% ആളുകളും ഇത് പിന്നീട് ശരിയാണ് എന്ന രീതിയിൽ പറയുകയും ചെയ്തു. അത്തരം വിശ്വാസങ്ങളെ ഊട്ടിയുറപ്പിക്കാൻ സിനിമാ ചിത്രീകരണത്തിലെ ഇടയിലുണ്ടായിട്ടുള്ള 4ഓളം മരണങ്ങൾ കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. കാന്താര സിനിമയുടെ ചിത്രീകരണത്തിനിടെ മലയാളികളടക്കം 4 പേരാണ് വ്യത്യസ്ത സമയങ്ങളിലായിട്ട് മരണപ്പെട്ടത്. കന്നഡ താരം രാകേഷ് പൂജാരിയാണ് ഹൃദയാഘാതം മൂലം ഇതിലാദ്യം മരണപ്പെടുന്നത്. ഒരു വിവാഹാഘോഷത്തിൽ പങ്കെടുക്കുന്നതിനിടയിലാണ് 33-കാരനായിട്ടുള്ള രാകേഷിന് ഹൃദയാഘാതം വരുന്നത്. ഉടൻ തന്നെ അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചുവെന്നെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. മരണത്തിന് ശേഷം സിനിമയുടെ ക്രൂവിൽ ഉണ്ടായിരുന്ന വൈക്കം സ്വദേശിയായ MF കപിൽ സൗബർണിക നദിയിൽ വീണ് മരണപ്പെടുകയും ചെയ്തു. കഴിഞ്ഞ ജൂണിൽ മലയാള നടനും മിമിക്രി താരവുമായിട്ടുള്ള കലാഭവൻ നിജുവും ഇതേ സിനിമയുടെ ചിത്രീകരണത്തിനിടെ മരണപ്പെട്ടു. കാന്താരയുടെ ചിത്രീകരണത്തിനിടെ പക്ഷാഘാതം സംഭവിച്ച KGF താരമായിട്ടുള്ള ദിനേശ് മംഗളൂരു കൂടെ മരണപ്പെട്ടതോടെ ഈ ആദി കൂടുകയായിരുന്നു. ഇതുകൂടാതെ നിരവധി തിരിച്ചടികളും സിനിമ നേരിടേണ്ടി വന്നിട്ടുണ്ട്. നവംബറിൽ മുദൂരിൽ ഒരു ഷൂട്ടിംഗ് കഴിഞ്ഞ് മടങ്ങവെ 20 ജൂനിയർ ആർട്ടിസ്റ്റുകൾ സഞ്ചരിക്കുന്ന മിനി ബസ് അപകടത്തിൽപ്പെട്ടു. ബസ് മറിഞ്ഞ് ചിലർക്ക് പരിക്കേൽക്കുകയും ചിലർക്ക് ഗുരുതരമായ പരിക്ക് ഉണ്ടാകുകയും ചെയ്തു. സംഭവത്തിന് ശേഷം കുറച്ച് ദിവസങ്ങളിലേക്ക് സിനിമ നിർത്തിവെക്കുന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. കാരണം സിനിമയ്ക്കായി നിർമ്മിച്ച ചെലവേറിയ ഒരു സെറ്റ് സാരമായി തകർന്നു എന്നായിരുന്നു അന്ന് പുറത്തുവന്ന റിപ്പോർട്ട്. ജനുവരിയിൽ കാന്താര ചാപ്റ്റർ 2വിന്റെ ചിത്രീകരണ സംഘവും പ്രദേശത്തെ ഗ്രാമവാസികളും തമ്മിൽ തർക്കമുണ്ടായി എന്നാണ് പിന്നീട് പുറത്തുവന്ന റിപ്പോർട്ട്. ശരിയായ അനുമതിയില്ലാതെ കാട്ടിൽ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചതിന് ഗ്രാമവാസികളും സിനിമാ സംഘവും തമ്മിൽ തർക്കത്തിലേർപ്പെടുകയായിരുന്നു എന്നാണ് വിവരം. സംഭവത്തിൽ വനം വകുപ്പ് അടക്കം കേസെടുക്കുകയും ചെയ്തു. തെന്നിന്ത്യൻ പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന സിനിമയാണ് ഇത്തരത്തിൽ വലിയ വിവാദങ്ങളിലേക്കും വലിയ പ്രശ്നങ്ങളിലേക്കും തുടരെ പോയിക്കൊണ്ടിരുന്നത്. ഇത് ഗുളികൻ ശാപം, അതായത് സിനിമയുടെ കഥാതന്തുവായിട്ടുള്ള ഗുളികനെ പരാമർശിക്കുന്നത് കൊണ്ട് തന്നെ ഉണ്ടായ ഗുളികൻ ശാപമാണോ എന്ന തരത്തിലുള്ള സംശയങ്ങളാണ് ഉടലെടുക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ പൃഥ്വിരാജിനെതിരെ ഒരു കസ്റ്റംസ് റെയ്ഡ് കൂടെ ഉണ്ടായിരിക്കുന്നത്. മലയാളികൾക്ക് ഈ സിനിമ മുന്നിലെത്തിക്കുന്നത് പൃഥ്വിരാജിന്റെ കമ്പനിയാണ് എന്നതുകൊണ്ട് തന്നെ പൃഥ്വിരാജിന് ഉണ്ടായിട്ടുള്ള ഈ ഒരു പ്രശ്നവും ഈ പറയുന്നത് പോലെ ഗുളികൻ ശാപത്തിന്റെ ഭാഗമായാണോ എന്നൊരു സംശയം കൂടെ ഇപ്പോൾ ഉടലെടുക്കുന്നുണ്ട്. എന്തായാലും ഇത്തരം സംശയങ്ങൾ ഉടലെടുക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ പറയുന്നത് പോലെ സിനിമ കാണാൻ പോകുന്ന പ്രേക്ഷകരും കൃത്യമായി മാംസാഹാരവും മദ്യവും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് കഴിക്കാതെ വേണം വ്രതമെടുക്കുന്ന രീതിയിൽ സിനിമ കാണാൻ എത്തേണ്ടത് എന്ന തരത്തിൽ ഒരു പോസ്റ്റർ കൂടെ സമൂഹ മാധ്യമങ്ങളിൽ രംഗത്തെത്തുന്നത്. തെന്നിന്ത്യൻ പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമായ ഋഷഭ് ഷെട്ടി സംവിധാനം ചെയ്ത ചിത്രമാണ് കഴിഞ്ഞ ദിവസം പുറത്ത് അതിന്റെ ട്രെയിലർ വിട്ടത്. ആ ട്രെയിലർ പുറത്തു വിട്ടതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു പോസ്റ്റർ കൂടെ പുറത്തു വന്നത്. കാന്താര കാണണമെങ്കിൽ 3 വിശുദ്ധ കാര്യങ്ങൾ പ്രേക്ഷകർ പാലിക്കേണ്ടതുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ അങ്ങനെ പറഞ്ഞുകൊണ്ടൊരു പോസ്റ്റർ പ്രചരിക്കുകയായിരുന്നു. അതിൽ പ്രധാനപ്പെട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് 1 മദ്യപിക്കരുത്, പുകവലിക്കരുത്, മാംസാഹാരം കഴിക്കരുത്. ഇവയാണ് ആ വിശുദ്ധ കാര്യങ്ങൾ എന്ന് പറഞ്ഞാണ് പോസ്റ്റർ. ഇതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഗൂഗിൾ ഫോം പൂരിപ്പിക്കുക എന്നതടക്കം കാണിച്ചുകൊണ്ടായിരുന്നു ഇങ്ങനെ ഒരു പോസ്റ്റർ മാധ്യമങ്ങളിൽ പ്രചരിച്ചത്. സംഭവത്തിന് പിന്നാലെ വിശദീകരണവുമായിട്ട് സിനിമയുടെ പ്രവർത്തകർ തന്നെ രംഗത്തെത്തി. കാന്താര ടീം പുറത്തിറക്കിയ ഔദ്യോഗിക പോസ്റ്റർ എന്ന നിലയിൽ പ്രചരിക്കുന്ന ഈ പോസ്റ്റർ അത് തങ്ങൾക്ക് അറിവുള്ള കാര്യമല്ല എന്നും ഈ സംഭവത്തിൽ ഒരു വ്യക്തത വരുത്തിക്കൊണ്ടാണ് സംവിധായകനും നടനുമായിട്ടുള്ള ഋഷഭ് ഷെട്ടി തന്നെ രംഗത്തെത്തിയത്. ഇത്തരമൊരു പോസ്റ്റർ കണ്ടപ്പോൾ താൻ ഞെട്ടിപ്പോയെന്നും താൻ അക്കാര്യം പ്രൊഡക്ഷൻ ടീമുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്തുവെന്നും ഋഷഭ് ഷെട്ടി പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി. പുകവലി പാടില്ല, മദ്യപിക്കരുത്, മാംസം കഴിക്കാൻ പാടില്ല എന്ന പോസ്റ്റർ കണ്ടപ്പോൾ ഈ വിവരം ഞാൻ ഉടൻ തന്നെ പ്രൊഡക്ഷനുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്യുകയാണ് ചെയ്തത്. പ്രശസ്തിക്കായിട്ട് ആരോ ചെയ്തിട്ടുള്ള വ്യാജമായ നിർമ്മിച്ച പോസ്റ്ററാണ് അത് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിന് പ്രതികരിക്കേണ്ടതില്ല എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നതെന്നും കഴിഞ്ഞ ദിവസം പ്രസ് മീറ്റിംഗിനിടെ ഋഷഭ് ഷെട്ടി ചൂണ്ടിക്കാട്ടി. ട്രെയിലറിന്റെ മലയാളം വേർഷൻ പുറത്തിറക്കിയത് പൃഥ്വിരാജ് സുകുമാരനാണ് എന്നത് വലിയ രീതിയിൽ ആകാംക്ഷയോടെ ആളുകൾ ഏറ്റെടുക്കുകയായിരുന്നു. കാരണം മലയാളികൾ എല്ലായിടങ്ങളിലും എല്ലാ രീതിയിലും സജീവമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടെയാണ്. ഇത്തരത്തിലൊരു രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് ഇപ്പോൾ പൃഥ്വിരാജിനെതിരെ ഒരു
റെയ്ഡ്, അദ്ദേഹത്തിന്റെ ആഡംബര വാഹനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു റെയ്ഡ് കൂടെ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിൽ ഇത്തരത്തിൽ അഭ്യൂഹങ്ങളടക്കം പരന്നുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ പോലും ഋഷഭ് ഷെട്ടിയുടെ കാന്താര 2 സിനിമ അത് വലിയ രീതിയിൽ ആളുകൾ സ്വീകരിക്കുന്ന തരത്തിൽ തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് ട്രെയിലർ കണ്ടതോടെ വലിയ ശക്തമായിട്ടുള്ള പ്രതികരണം തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്.